Hello friends, welcome to our channel. അപ്പോൾ നിങ്ങൾ തമ്മിലും കള്ളൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നെഗറ്റീവ് ബാലൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് നെഗറ്റീവ് ബാലൻസ് വരാം, ആക്ച്വലി നെഗറ്റീവ് ബാലൻസ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണോ, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിന് ആക്ച്വലി RBIയുടെ സൈഡിൽ നിന്ന് ഗൈഡ് ലൈൻസും സംഭവങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഫുൾ കാണാൻ മറക്കണ്ട, നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാം, കാണാണ്ട് സ്കിപ്പ് ചെയ്യാന്നുണ്ട്, കാണാണ്ട് മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട, ലൈക്ക് അടിക്കാൻ മറക്കണ്ട. കുറേ പേര് കാണുന്നവരൊന്നും ലൈക്ക് അടിക്കുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ രണ്ട് മെയിൻ ചാനൽസും കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റ് റിപ്ലൈ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ ചാനൽ ജസ്റ്റ് വേൾഡ് കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലി. പക്ഷേ അതിൽ ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ്, അതുപോലെ തന്നെ ഗാഡ്ജറ്റ് കമ്പാരിസൺ, അങ്ങനത്തെ നല്ല ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേറ്റീവ് സംഭവമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാം പേജിലും അവൈലബിൾ ആണ്, നമ്മൾ അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം, പേജ് ഫോളോ ചെയ്യാൻ മതി, താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആക്ച്വലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നെഗറ്റീവ് ബാലൻസ് കുറച്ച് ഡിഫറെൻറ്റ് റീസൺ കൊണ്ട് വരാം. അതിൽ നോർമൽ ആയിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു റീസൺ ആണ് നമ്മുടെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാണ്ട് വരുന്ന എന്താ പറയുക നെഗറ്റീവ് ബാലൻസ്. അതായത് നിങ്ങൾക്ക് അറിയാം, ഇപ്പം മിക്ക ബാങ്കുകൾക്കും പ്രത്യേകിച്ച് പ്രൈവറ്റ് ബാങ്ക് അക്കൗണ്ട്സിനൊക്കെ നമുക്ക് ഒരു മാസം ഇത്ര എമൗണ്ട് മിനിമം കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് കുറേ റൂളുകളുണ്ട്. അതായത് ചില ഡിപ്പെൻഡ്സ് അപ്പോൺ ടൈപ്പ് ഓഫ് അക്കൗണ്ട്, അതായത് 5000 രൂപ, 1000 രൂപ, 10000 രൂപ, 25000 രൂപ, അങ്ങനെ കുറേ ടൈപ്പ് മിനിമം ബാലൻസ് അക്കൗണ്ടുകളുണ്ട്. അപ്പം നമ്മൾ ആ എമൗണ്ട് ആ മാസത്തിൽ നമ്മൾ കീപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിനൊരു ഫൈൻ വരും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മുടെ HDFC ബാങ്കിൻ്റെ തന്നെ എടുക്കാം. HDFC ബാങ്കിൻ്റെ മിനിമം ബാലൻസ് അക്കൗണ്ട് ഒരു നോർമൽ ആവറേജ് നോക്കി കഴിഞ്ഞാൽ 10000 രൂപയാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മാസം നമ്മൾ 10000 രൂപ കീപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫൈൻ വരും. 500 രൂപ, 600 രൂപ, ആ റേഞ്ചിൽ നമുക്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ അക്കൗണ്ട് നമുക്ക് ഫൈൻ വരും. അപ്പോൾ എന്താ ചെയ്യുക, ആ ഫൈൻ വരുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്നാണ് അത് പിടിക്കുക. അപ്പോൾ അതെന്താ സംഭവിച്ചത്, നമ്മളിത് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യാത്ത അക്കൗണ്ടൊക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് ഇപ്പോൾ കുറേ മാസങ്ങളായിട്ട് ആ എമൗണ്ട് കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ആ 500 രൂപയാണ് ഫൈൻ വരുന്നെങ്കിൽ ഇപ്പോൾ -500 രൂപ -500 വെച്ച് എല്ലാ മാസം അങ്ങനെ കട്ടായിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ എന്താ വരിക, നമ്മൾ കുറച്ച് മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ -5000 രൂപ, -10000 രൂപ ഒക്കെ കാണിക്കും. അപ്പോൾ ആക്ച്വലി RBIയുടെ ഗൈഡ് ലൈൻസ് നോക്കിക്കഴിഞ്ഞാൽ തെറ്റാണ്. ആക്ച്വലി ബാങ്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്താ വെച്ചാൽ RBI 2014 ഇതിന് ആക്ച്വലി ഒരു നോൺ മെയിൻ്റനൻസ് ഓഫ് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് വേണ്ടിയിട്ട് ഒരു ഗൈഡ് ലൈൻ ഇറക്കിയിരുന്നു. അതിൻ്റെ പ്രകാരം നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു സേവിങ്സ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്തതിന് മൈനസ് ബാലൻസ് അല്ലെങ്കിൽ മൈനസ് നെഗറ്റീവ് ബാലൻസ് കാണിക്കാൻ പാടില്ല എന്നാണ് റൂള്. അപ്പോൾ കുറേ ബാങ്കുകൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്, കുറേ ബാങ്കുകൾ അത് ഫോളോ ചെയ്യുന്നില്ല. ഇപ്പോൾ HDFC ബാങ്ക് ഒന്നും ഫോളോ ചെയ്യുന്നില്ല, ആക്സിസ് ബാങ്ക് ഫോളോ ചെയ്യുന്നില്ല, മിക്ക മെയിൻ ബാങ്കുകളൊന്നും ഈ സംഭവം ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ എന്താ സംഭവിച്ചാൽ നമുക്ക് ഇത് എല്ലാ മാസം ഇങ്ങനെ കൂടി വരും. അപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു -5000 രൂപയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു മാസം നമ്മളത് കഴിഞ്ഞിട്ട് 10000 രൂപ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇട്ട അതേ സമയത്ത് തന്നെ ആ -5000 രൂപ ഉണ്ടാകുന്ന സാധനം കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമ്മുടെ ബാലൻസിൽ കാണിക്കത്തുള്ളൂ. അതാണ് അങ്ങനെയാണ് ആക്ച്വലി ഇത് എന്താ പറയുക, ഈ എമൗണ്ട് നമ്മുടെ നിന്ന് വാങ്ങിക്കുക. ഇപ്പോൾ ആ എമൗണ്ട് നമ്മൾ സ്ഥിരമായിട്ട് നിർബന്ധമായിട്ടും കൊടുക്കണമെന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കണമെന്നില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ അക്കൗണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മിക്ക ബാങ്കുകളും ഇപ്പോൾ ഓൺലൈൻ അക്കൗണ്ട് ഓപ്പണിംഗ് ഉണ്ടെങ്കിലും ക്ലോസിങ് ഇല്ല. ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ലെറ്ററും കൊണ്ട് അല്ലെങ്കിൽ ഫോമും കൊണ്ട് ബ്രാഞ്ചിൽ പോകണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂസും അവിടെ വരുന്നുണ്ട്. ചില സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ മാത്രമാണ് നമുക്ക് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ മാത്രമാണ് നമുക്ക് ഇതുപോലെ ഓൺലൈൻ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് തരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഇപ്പോൾ -13,000 -20,000 ഒക്കെ ചിലവരുടെ അക്കൗണ്ടിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ആ അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അത് പക്ഷേ നമുക്ക് നമ്മുടെ നിർബന്ധപൂർവ്വം ആക്ച്വലി ഒരു ബാങ്കുകളിൽ നിന്ന് വാങ്ങിക്കാനുള്ള റൂളൊന്നും ഇല്ല. പക്ഷെ ഇതിന് പകരം ചില ആൾക്കാർ ഇതിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ OD ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഓവർ ഡ്രാഫ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് പോയിട്ട് ഫോറിൻ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മൈനസ് ബാലൻസ് ആയ അങ്ങനത്തെ ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനത്തെ റീസണിൽ നമ്മൾ ആ എമൗണ്ട് നമ്മൾ തിരിച്ചടയ്ക്കണം. എന്താ വെച്ചാൽ നമ്മളത് ഒന്നെങ്കിൽ OD ആണെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ നമ്മളത് ക്രെഡിറ്റ് എടുത്തേക്കുന്നതാണ്, അത് നമ്മൾ എന്തായാലും തിരിച്ചടയ്ക്കേണ്ട സംഭവമാണ്. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് പോയിട്ട് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഫോറിൻ ട്രാൻസാക്ഷൻ ചാർജൊക്കെ വരും. അപ്പം അങ്ങനെ മൈനസ് പോകാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് റീസണിൽ വരുന്ന നെഗറ്റീവ് ബാലൻസ് ആണെങ്കിൽ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ വരുന്നെങ്കിൽ നിങ്ങളത് തിരിച്ചടയ്ക്കേണ്ടത് ബാധ്യത നിങ്ങൾക്ക് ഉണ്ട്. അത് തിരിച്ചടച്ചില്ലെങ്കിൽ അവർ ആക്ച്വലി അതിനെ റിക്കവർ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഭാവിയിൽ എടുക്കാം. അതിന് റൂൾ ആക്ച്വലി അവർക്ക് ഫേവർ ആണ് കേട്ടോ. അപ്പോൾ അത് എന്താ വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്ത എമൗണ്ട് ആണ്, അപ്പോൾ നിങ്ങൾ എന്തായാലും തിരിച്ചടക്കേണ്ട സംഭവമാണ്. നമ്മൾ ക്രെഡിറ്റ് കാർഡ് ബില്ലൊക്കെ അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടൊക്കെ തിരിച്ചടച്ചില്ലെങ്കിൽ എന്താണ്ടാവുക, അതേപോലെ തന്നെ സെയിം പരിപാടി തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മൾ തിരിച്ചടക്കേണ്ടതാണ്. നമുക്ക് ബാക്കിയുള്ളതാണ് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാണ്ട് വന്ന നെഗറ്റീവ് ബാലൻസ് ആണെങ്കിൽ നിങ്ങളത്
പിന്നെ വലിയ ഇഷ്യൂ ആയിട്ട് നോക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഫസ്റ്റ് തന്നെ നമുക്ക് ഇവരുടെ ബാങ്കിനെ കസ്റ്റമർ കെയറെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അവർ മിനിമം ബാലൻസ് കളഞ്ഞു തരും. അതിന് ശേഷം നമുക്ക് കളഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി വേണമെങ്കിൽ RBIനെ കോൺടാക്ട് ചെയ്ത് RBI ഓംബുഡ്സ്മാനിൽ കംപ്ലയിന്റ് ചെയ്യാം. അതിന് എങ്ങനെ കംപ്ലയിന്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഓൾറെഡി മുമ്പ് വീഡിയോ ഉള്ളതാണ്. എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ കമന്റ് ചെയ്താൽ മതി. നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ കണ്ടുവെക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.